ഈ രാധയുടെ വീട്ടിലേക്ക് കടന്നു പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്ത് തുടരുന്നു. ആദ്യഘട്ടത്തിൽ പൈലറ്റ് വാഹനം അകത്തേക്ക് കടന്നുപോയി. അതിന് പിന്നാലെ തന്നെ മറ്റു വാഹനങ്ങൾ തടയുകയുമാണ് ചെയ്തിരിക്കുന്നത്. അത് ചില പ്രതികരണങ്ങളിൽ കൂടി ഒരു ഘട്ടത്തിൽ പോകാം. പ്രതിഷേധം പാട്ടുപാട്ടാണ് നല്ലൊരു ഹിന്ദി പാട്ട് നശിപ്പിച്ച് നല്ലൊരു ഹിന്ദി പാട്ട് നശിപ്പിച്ച് മൈക്ക് പാട്ടുപാട്ടാണ്. എന്താ പറയാ അവിടെ ഒറ്റ വാക്കേ പറയുള്ളൂ. ഫോറസ്റ്റുകാരെ മനോവീര്യം കൊടുക്കുന്ന വർത്തമാനം പറയാൻ പാടുന്നത് അവിടെ ഒരു ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എന്ത് കണ്ടിട്ട് കയറി പോകേണ്ടത്? ആ വീട്ടിൽ ഒരാളെ കൊലക്കൊടുത്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ ആ മൈക്കൊന്ന് കൊടുത്തേക്ക് ഒരു പാട്ട് പാടിത്തരൂ, അത് നടക്കുള്ളൂ മൂപ്പർക്ക്. വേറെ ആ നിലയ്ക്ക് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ പൂർണ്ണമായും അവർ ഈ മന്ത്രിയുടെ നടപടിയെ മുൻപ് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ നടപടിയെ വലിയ തരത്തിൽ പ്രതിഷേധത്തിൽ പരിഹാസത്തിന്റെ സ്വരത്തിൽ തന്നെയാണ് നേരിടുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. കാരണം ഒരു മന്ത്രി ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാണ് ആ മന്ത്രിയെ കൊണ്ടുപോകുന്നത്? പോലീസ് സന്നാഹത്തിന്റെ നേരത്തെ തന്നെ ഒരുക്കിയ പോലീസ് സന്നാഹങ്ങൾ, ആ സന്നാഹത്തിന് പൂർണ്ണമായും നിന്നുകൊണ്ടൊരു മന്ത്രിയെ കൊല്ലപ്പെട്ട രാധയുടെ വസതിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു. ആ സാഹചര്യം രൂപപ്പെടുത്തിയതിൽ പ്രധാന പങ്ക് ഒരുപക്ഷെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പോലീസിന് നേരത്തെ തന്നെ ഒന്നുകിൽ ഈ സമരത്തെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ മന്ത്രിക്ക് നേരെ കൂക്കുവിളികളോടുകൂടി മേഖലയിലേക്ക് ജനങ്ങൾ സ്വീകരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ഏറെ സമയമായിരിക്കുന്നു മന്ത്രി കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ട. അവലോകന യോഗം കഴിഞ്ഞ പിന്നീട് മാനന്തവാടിയിലേക്ക് എത്തി. അവിടെ നിന്നും രാധയുടെ വസതിയിലേക്ക് പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തുന്ന വഴിമധ്യേ ആണ് ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായത്. അതും ആ വീടിരിക്കുന്നതിന് 100 മീറ്റർ മുൻപ് മാത്രം നിന്ന ആളുകളോട് അവർക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി അവരെ അവിടെ നിന്നും മാറ്റുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ നടക്കുന്ന ഓപ്പറേഷനുകളിൽ യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും നാട്ടുകാരെ സംബന്ധിച്ച് ഇല്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ അവർ ഉയർത്തുകയും ഷബീർ അത്തരം പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു പൈലറ്റ് വാഹനം കടന്നുപോയി മന്ത്രിയുടെ തൊട്ട് മുൻവശത്തുള്ള മറ്റൊരു പോലീസ് ജീപ്പിന് കടന്നു പോകാൻ പോലീസ് വഴിയൊരുക്കുന്ന രീതിയാണ് ഇത്. ഏതാണ്ട് 100ഓളം പോലീസുകാർക്ക് ഒരേ സമയം ഒരു പോലീസ് ജീപ്പിന്റെ മുൻവശത്ത് നിന്ന് ഒരു മന്ത്രിയെ ആനയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം തന്നെ മറുവശത്ത് ഈ പൈലറ്റ് വാഹനം മുന്നോട്ട് പോയതിന്റെ മുൻവശത്ത് ഇപ്പോഴും ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരു വാഹനത്തിന്റെ 2 വശത്തും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിന്ന് പോലീസ് സംഘം മന്ത്രിയെ മുന്നോട്ട് ആനയിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് മന്ത്രിയെ കയറാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ചേർന്നിരിക്കുന്ന ആളുകളെല്ലാം പറയുന്നത്. ആ നിലയ്ക്ക് മന്ത്രി പുറത്തിറങ്ങുമ്പോൾ ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധം മന്ത്രിക്ക് പൂർണ്ണമായും ഇവിടേക്ക് ഇറങ്ങാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത നമുക്ക് വരുത്തേണ്ടതുണ്ട്. എന്തായാലും പ്രതിഷേധം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പോയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പ്രതിഷേധത്തിനുണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നുള്ള സാഹചര്യവും കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇന്നലെ കൃത്യമായി ബേസ് ക്യാമ്പിന് മുൻവശത്ത് എങ്ങനെയാണോ പ്രതിഷേധമുണ്ടായിരുന്നത് ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ആളുകൾ തന്നെയാണ് ഇന്നും പ്രതിഷേധത്തിന്. മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു നാടകമാണെന്ന് അറിയില്ല. ഇത് ഞങ്ങൾ മുതൽക്ക് എടുത്തിട്ട് ഞങ്ങൾ വെല്ല പിന്മാറുകയാണ്. അതായത് ചർച്ചയ്ക്ക് തയ്യാറാണ്. ജീവനും സ്വത്തിനും ഉറപ്പ് തന്നാൽ മാത്രമേ തിരിയുള്ളൂ. അതുപോലെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാം. പിന്നെ ചർച്ച വേണം. പോലീസിന്റെ ആദ്യഘട്ടത്തിലെ ശൗര്യം പൂർണ്ണമായും അടങ്ങുകയാണ്. കാരണം ഒരു ചർച്ചയ്ക്ക് ഒരു സാഹചര്യം ഒരുക്കിയാണ്. മുഖമില്ലാത്തൊരു സഹോദരനാണ് ഞങ്ങൾ കടക്കാൻ കഴിഞ്ഞത്. ഒരു മുഖം പോലും തിരിച്ചറിയുണ്ട്. എന്നിട്ട് അങ്ങനെ പോലീസിനെതിരെയാണ് ഇപ്പോൾ രോഷപ്രകടനം. പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം മന്ത്രി ആ വീട്ടിലേക്ക് കയറിയാൽ മതി എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ചർച്ചയിലേക്ക് പോകാം എന്നുള്ള നിലപാട് ഈ സമരക്കാരെ അറിയിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രതിഷേധങ്ങൾ താൽക്കാലികമായി ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും മുന്നിൽ കാണാൻ സാധിക്കും. പൈലറ്റ് വാഹനത്തിന് മുൻപിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള സമരം തുടരുകയാണ്. മാനന്തവാടി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്.
ഒപ്പം തന്നെ മാനന്തവാടി CI ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങളോട് സംസാരിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ആ നിലയ്ക്ക് തന്നെ നൽകുകയാണ്.